PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള DA, DR കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു നൽകിയിട്ടുണ്ട്. കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രഖ്യാപിച്ച മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ 1 ഗഡു DA, DR കൂടി അനുവദിക്കുന്നതായി പ്രഖ്യാപിക്കുകയാണ്. മുൻഗഡുക്കളിൽ 2%, 3% അനുവദിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് 4% നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളം, പെൻഷൻ ഇവയോടൊപ്പം നൽകും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 1ഉം 2ഉം ഗഡുക്കൾ ഈ വർഷം നൽകിയിട്ടുണ്ട്. 3ഉം 4ഉം ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. 2006 ഏപ്രിൽ 1 ശേഷം ഈ കുടിശ്ശിക തുക PF ലയിപ്പിക്കുന്നതാണ്. PF ഇല്ലാത്തവർക്ക് പണമായി 2026 ഏപ്രിൽ 1 ശേഷം നൽകും. അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. 66,240 പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 1000 രൂപ വീതം അംഗൻവാടി വർക്കർമാര്, ഹെൽപ്പർമാര് അവരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിക്കുന്നു. 1000 രൂപ വീതം പ്രതിമാസം വർദ്ധിപ്പിക്കുമ്പോൾ 66,240 പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. അതിന് പ്രതിവർഷം 934 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനു മുൻപ് 2024 ഓണറേറിയം വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്താകെ 13,327 പാചക തൊഴിലാളികളാണുള്ളത്. ഇവരുടെ പ്രതിദിന കൂലി 50 രൂപ വർദ്ധിപ്പിക്കും. ഈ ഇനത്തിൽ പ്രതിവർഷം 16 കോടി രൂപയുടെ അധിക ചെലവ് വരും. പ്രീ പ്രൈമറി ടീച്ചർമാരും ആയമാരും ഇവരുടെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. ഈ ഇനത്തിൽ പ്രതിവർഷം 5,72,00,000 രൂപ അധികമായി ചെലവ് വരും.